അങ്ങനെ അങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട്. ഉന്തി കയറ്റിക്കൊണ്ടിരിക്കുക. ഇതാണ് ജുലോഡി പാസിൽ 4x4 വന്നില്ലെങ്കിൽ പ്രശ്നം. ഒരു വഴിയില്ല. നിങ്ങളിത് കണ്ട ഞാൻ ഇപ്പൊ എവിടെയാന്നുള്ളത്? ഞാൻ ഇപ്പൊ ഹിമാചലിലെ ഒരു ഹിഡൻ ഡെസ്റ്റിനേഷൻ ആണ്. മലയാളികൾ ആരും ഇവിടെ വരാറില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഹിമാചൽസ് ആണ്. ഇത് ജുലോഡി പാസ് ആണ്. കിട്ടിയില്ലാൻ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. നിങ്ങൾ ഹിമാചലിലും മണാലി പോയി സമയം കളയാതെ ഇവിടേക്ക് വരൂ. ഇവിടെ ഒരു ആൾക്കാരില്ല, ക്രൗഡ് കുറവാണ്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. നിങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. ജുലോഡി പാസിലേക്ക് വരേണ്ട വഴി എങ്ങനെയാണെന്ന് അറിയോ? വെൽക്കം ടു നിഫി വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. ഞാനിപ്പോൾ ഉള്ളത് ടനോട്ട എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. എൻ്റെ ഒരു ഹിമാചൽ ഫ്രണ്ടായ ഹേമുബയ്യയുടെ കുടുംബമാണ് ഇത് മൊത്തം. ഇവിടെ അദ്വിക് ഉണ്ട്, ഇവിടെ ഹേമുബയ്യയുടെ പപ്പയുണ്ട്, അമ്മയുണ്ട്, അവരുടെ ഒരു റിലേറ്റീവ് ആണ് തരച്ചൻ. ഇത് നമ്മുടെ ബാബിജി ഗുഡ്ഡി നിക്നെയിമാണ്. ഇത് ബയ്യാണ്, നമ്മുടെ അദ്വിക്കുട്ടനുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കുടുംബം. ഞാൻ എവിടെയാണ് താമസിക്കുന്നത്? നമ്മളിപ്പോ ഒരു അടിപൊളി ഹിഡൻ ഡെസ്റ്റിനേഷനിലേക്ക് പോവാ. ഹിമാചൽ ആൾക്കാർ മാത്രം പോകുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് അത്. ഇതാണ് കേട്ടോ ഹിമാചലിലെ ട്രഡീഷണൽ വീട്. പക്ഷെ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു, ആൾക്കാർ നോക്കാനില്ലാണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണാലിക്കും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്ട് ഹിമാചൽ കൾച്ചർ അറിയാൻ പറ്റില്ല. കാരണം മണാലി ഇപ്പൊ ടൂറിസ്റ്റ് ഏരിയ ആണ്. ഇവിടെ കണ്ട അടിപൊളി നാരങ്ങ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതൊരു പഴയ ഹിമാചൽ ട്രഡീഷണൽ വീടാണ് കേട്ടോ. കണ്ട അറ്റത്തൊക്കെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടുണ്ട്. ആൾക്കാർ ഇവിടെ താമസിക്കണമൊന്നുമില്ല. ഇവിടെ ഇതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ഹൗസ് ഉണ്ട്, ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീടാണ്, ഹർബജിന്റെ വീടാണ്. ഇവിടെ വീടുകളെല്ലാം ഈ മലമുകളിലാണ്. ഈ ചെറിയൊരു റോഡ് മാത്രം ഉണ്ടാവുള്ളൂ നമുക്ക് നടക്കാൻ. വിവിധ റോഡ് സൈഡിലാണ് വണ്ടിയെല്ലാം പാർക്ക് ചെയ്യണേ. ഇവിടെ ഇങ്ങനെയൊക്കെ വഴിയായിരുന്നു കേട്ടോ. ഇതൊക്കെ ലാൻഡ് സ്ലൈഡ് ഒക്കെ വീണു, മൊത്തം പോയി. ഇനി ഇത് അവർ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കും. ഇവിടെ അങ്ങനെ ഓരോ വർഷം ലാൻഡ് സ്ലൈഡ് അല്ലാണോ, കാരണം മല കാർവ് ചെയ്ത് ഉണ്ടാക്കിയ വഴികളാണല്ലോ ഇതൊക്കെ. ഇതൊരു നാച്ചുറൽ റിസോഴ്സ് ഓഫ് വാട്ടർ ആണ്. ഇത് ഒരിക്കലും വറ്റില്ല, കാരണം എത്ര സ്നോ ആയാലും വറ്റാത്ത ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ നമ്മുടെ ഹർഷ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഹർബജ സേ ഹായ്. ഞാൻ ഹർഷനെ കാണിച്ചിട്ടുണ്ട്. ഹർഷു ഇതർക്ക് ആപ് കൈസേ ബോലാ? അടിപൊളി बोल कैसे हो? बढ़िया। आज तुम्हारे घर क्यों नहीं आए? मैं इधर जुलोडी पास जा रही हूँ. बोलो मैं जुलोडी पास जा रही हूँ. आप लड़की हो कि लड़का? लड़की हो कि लड़का? लड़किया? मेरा लड़की इधर है. ഇവിടെ ഹർബജം വെള്ളം കുടിക്കണ കണ്ടോ? അതിന്ന് എടുത്തിട്ടാണ് ഹർബജം വെള്ളം കുടിക്കണേ. അത് നാച്ചുറൽ വാട്ടർ ആണ് കേട്ടോ, പ്യുവർ വാട്ടർ. കണ്ടോ? ഒരു വലിയൊരു യാത്രയിലായിരുന്നു. വലിയ യാത്ര എന്നില്ല, ഒരു 45 മിനിറ്റ് ഞങ്ങൾ യാത്രയിലായിരുന്നു. ഇപ്പൊ ഒരാള് തെന്നിയടിച്ച് വീണേനെ. ഒരു ചായക്കടയിൽ നിർത്തിയേക്കാണ്. നമ്മൾ ജുലോഡി പാസ് പോണ വഴിയാണ്. ജുലോഡി പാസിലേക്ക് പോകുന്ന വഴിയുള്ള സ്നോയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇതൊക്കെ ബ്ലാക്ക് ഐസ് കേട്ടോ, ഇതൊക്കെ തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. വ്ളോഗ് എടുക്കുന്നത് കണ്ട് പിള്ളേര് ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജുലോഡി പാസിനെ കുറിച്ച് ഒരു റീൽസ് ചെയ്തപ്പോൾ ഇഷ്ടം പോലെ പേര് എന്നെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ പോവാന്ന് വെച്ചാൽ മണാലി വഴി ജുലോഡി പാസിലേക്ക് പോകാൻ പറ്റും. പക്ഷെ ഇപ്പൊ ക്ലോസ് ചെയ്തേക്കാണ്. 4x4 വണ്ടി മാത്രമേ കടക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോ പോകുന്നത് അണ്ണി വഴിയാണ്. അണ്ണി വഴി ജുലോഡി പാസിലേക്കാണ്. ഇവിടെ നമ്മുടെ അദ്വിക് ഉണ്ട്, ഹർഷുണ്ട്. ഹർഷുവിന് എന്നെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഹർഷന്റെ മേത്തേക്ക് കയറിട്ട് ഇവിടെ പിള്ളേര് സ്റ്റോല് കളിച്ചോണ്ടിരിക്കുക. ഇവിടുത്തെ ഒരു സാധനം കിട്ടിയിട്ട് കേട്ടോ, ഇത് വെച്ചിട്ട് മഞ്ഞ് വരാം. പിള്ളേരെ കളകഷ്ട ഐസ് വരാം കിട്ടില്ല കേട്ടാ. ഐസ് ഇനി വരാൻ പോണോളോ. ഇവിടെ കണ്ട ഞങ്ങള് ചായ കുടിച്ചോണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അമ്മ മെഹനുവിന് ഒരു മാല ഗിഫ്റ്റ് കൊടുത്തേക്കാം. ഞാൻ പറഞ്ഞു ഇത് എത്ര രൂപ? പൈസ ഒന്നല്ല, ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് തന്നേക്കുന്നത് ആള്. എന്താ നോക്ക്, എന്ത് സ്നേഹല്ലേ. വരൂ. Happy? Happy. That's
Himachali peoples. New Year gift. New Year gift. Thank you, Mom. മെഹനുവിന് ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ട് ഞാൻ ഹിമാചലിൽ വന്നുകൊണ്ടിരിക്കണോ അത്. എന്താ മേനു കാര്യം പറ. ഇവിടുത്തെ ആൾക്കാർക്ക് കാരണം ഞാൻ ടൂറിസ്റ്റ് ഏരിയയിലല്ല പോകുന്നത്, ഞാൻ എക്സാക്ട് ഹിമാചൽ ഏരിയയിൽ പോകുന്ന കാരണം കൊണ്ടാണ് ഞാനിപ്പോ ഇതും കൂട്ടിയിട്ട് 8ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഹിമാചലിൽ വരുന്നത്. എല്ലാരും കരുതരുന്നത് ഞാൻ പോയോർത്ത് തന്നെ എന്തുകൊണ്ട് പോണൂന്നാ. ഇതുപോലത്തെ പ്യുവർ ലവ് കിട്ടുമ്പോ വരാതിരിക്കാൻ പറ്റുമല്ലോ മെഹനുവിന് ഇനിയും വരണമെന്ന് ഇവിടെ ആഗ്രഹമില്ല. ഈ മുതലുണ്ടല്ലോ, ഈ മുതൽ എന്നെ വിട്ടിട്ട് പോണില്ലാട്ടാ. एक किस दे दो, एक किस दे दो, बर्फ, एक किस दे दो. ഈ മുതൽ എന്നെ വിട്ടിട്ട് പോണില്ലാട്ടാ. ഇന്നലെ മുതൽ എന്നെ കാണണം പറഞ്ഞിരിക്കണ. അടിപൊളി പോലോ, അടിപൊളി അടിപൊളി. ബർഫ് മേ ഗേൽ കണ്ടോട്ടാ. ഇപ്പൊ കണ്ടോട്ടാ ഐസ് എടുത്ത് എന്റെ മേത്തേക്ക് ഒട്ടേറാ. ഇവിടെ ഇട്ടി തുടങ്ങി. ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഇനി ഒരു 3 കിലോമീറ്റർ നമ്മള് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സ്നോയിലേക്ക് എത്തും. പോകുന്ന വഴി നോക്കിയേ എന്ത് അടിപൊളിയാന്നറിയോ, 2 സൈഡിലും സ്നോ അങ്ങോട്ട് വീട് കിടക്കാട്ടോ. സ്നോ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് അടിപൊളി സ്നോ ഏരിയയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കണേ. ഇവിടെ ബ്ലാക്ക് ഐസിൽ വണ്ടി വെട്ടിട്ടുണ്ട്, വണ്ടി കേറുന്നില്ല. ഈ വണ്ടി കൊണ്ട് 4x4 മാത്രമേ കേറുള്ളൂ. കണ്ട വണ്ടി സ്ലിപ്പായിക്കൊണ്ടിരിക്കുക. എന്റെ പൊന്നെ ഒരു പെട്ടു. അവിടെ പോലീസ് ജീപ്പ് ഒച്ചപ്പാട് പാളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പോകുന്നില്ല. എല്ലാരും ഉന്തി കയറ്റാട്ടാ. വണ്ടി ഇങ്ങനെ ടയർ കറങ്ങണ നോക്കിയ ഉന്തി കയറ്റിക്കൊണ്ടിരിക്കുക. ഇതാണ് ജുലോഡി പാസിൽ 4x4 വന്നില്ലെങ്കിൽ പ്രശ്നം, ഒരു വഴിയില്ല. ഇതാണ് അവസ്ഥ. ചെളി തെറിച്ചോണ്ടിരിക്കുക. ഇവ കറക്കിയെടുത്ത് കേട്ടോ, അവിടെ ഇങ്ങനെ കറക്കിയെടുത്ത് അടുത്ത വണ്ടി വരുന്നുണ്ട്. അങ്ങനെ പോലീസ് ജീപ്പ് അങ്ങനെ കുറച്ചും കൂടിയും പോയിടെ കയറിയാനെ. അങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട്. കഴപ്പ് അല്ലാതെ എന്താ പറയാ. ഇപ്പൊ ഇതിനെ കാഴ്ചേ അവൻ പെട്ടു. ഹലോ how are you? Good. Hey, Dimple, कैसे हो आप? बढ़िया. How's you? Fine. मेरा भाई फर्स्ट टाइम यार देखने ने ये रखे चिकनी मिट्टी डाल के नहीं. इधर हे भैया. हेलो कैसे हो? कैसा हो? ठीक है. ഞങ്ങൾ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ വന്ന് ദർശൻ ഇവിടെ വെച്ച് ഞാൻ ആളെ മീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പയ്യ ഭാവിപ്പുറസേ. ഇവിടെ നിങ്ങൾക്ക് ഒരു മലയാളീനെ പോലും കാണാൻ പറ്റില്ല. കാരണം ഇവിടെയുള്ളത് മൊത്തം HP പിന്നെ ഡൽഹി നോർത്ത് ഇന്ത്യ ആൾക്കാരാണ് കാണാൻ പറ്റുള്ളൂ. ബ്ലാക്ക് ഐസ് ഫുൾ ഓഫ്. കണ്ട ഈ വണ്ടി വീണ്ടും ബ്ലാക്ക് ഐസിൽ പെട്ടു. ബാക്കിലേക്ക് പോട്ടാ. എന്റെ പൊന്നെ ഈ വഴികളൊക്കെ നിങ്ങൾ നോക്കിയേ, അപ്പുറത്തും ഇപ്പുറത്തും സ്നോ. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് നോക്കിയേ, സ്നോ മൊത്തത്തിൽ അങ്ങോട്ട് വിരിഞ്ഞ് കിടക്കാട്ടോ. ഇവിടെ ഒരാൾ കിടക്കണ നോക്കിയേ, വെറുതെ കാണിക്കണോക്കി.
മിറ്റു What happened, bache? Upper. Mahanu not allowing go to upper. ഇതാണ് ഞാൻ പറഞ്ഞ ഹേമു ഭയ്യ. അപ്പൊ ഈ പുള്ളിയുടെ വീട്ടിലേക്കാണ് ഞാൻ വന്നത്. ഈ പുള്ളി ഹിമാചലിലുള്ള എൻ്റെ ആകെയുള്ള ഒരു സുഹൃത്താണ്. 2019 ഞങ്ങൾ പരിചയപ്പെട്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ മൂത്രമൊഴിക്കാണ്. ഞാൻ മൂത്രമൊഴിക്കുന്നത് എവിടെയാണെന്നറിയോ? മൂത്രമൊഴിക്കുന്ന തൊട്ടപ്പുറത്തുള്ള കാഴ്ച നോക്കി എന്ത് രസാന്നറിയോ? ഇതാണ് ജുലോഡി പാസിലെ അമ്പലം. ഇത് ഫേമസ് അമ്പലമാണ് കേട്ടോ. ഇപ്പോ ജുലോഡി ടൂറിസം ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ട് വന്നൊരു സമയത്തില്ലേ ഇവിടെ ഒരു 6 feet 7 feet സ്നോ ആണ്. അതായത് ഇവിടെ ഒരു ചെറിയ വഴി ഉണ്ടാവുള്ളൂ. ജുലോഡി പാസിന്റെ ടൂറിസം നിങ്ങൾ കണ്ട ഇവിടെ ഇമ്പ്രൂവ് ചെയ്തോണ്ടിരിക്കുക. ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ട്. ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോ ഒരു ആൾക്കാരുണ്ടായിരുന്നില്ല. ഞാനും ഹേമുബയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ട ഇപ്പൊ ടൂറിസം വലുതായി. ഞാൻ വരുന്ന വഴി 2 മലയാളീസിനെ കണ്ടു കേട്ടോ. അപ്പൊ മലയാളികൾ ഇവിടെ എത്താൻ അടിച്ചു പൊടിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. എങ്ങനെയുണ്ട് സ്നോയിലുള്ള എക്സ്പീരിയൻസ്? സ്നോയില് തണുപ്പില്ല. ഓരോ ഹിഡൻ സ്പോട്ടുകൾ ഇങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും മണാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് ആണ്. സത്യം പറയാലോ ഈ സമയത്ത് മണാലി വെറും വേസ്റ്റാ. ഒരു കാര്യമില്ല. മണാലിയിൽ ഭയങ്കര ക്രൗഡാ. സ്നോ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഹിഡൻ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ എന്നെ അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ താങ്ക് യു. യുവർ നെയിം? Where are you from? Tamil Nadu? Kerala. Your name? My name is Rahul Thakur. Rahul Thakur. അപ്പൊ ഇവിടെ കുറെ സുഹൃത്തുക്കളുണ്ട്. അവർ പോയവരും ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഒഴുകി പോയവരെല്ലാരും തിരിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു ബ്രോ. Thank you very much. Thank you. Happy New Year. Happy New Year. Your name? Jatin Chauhan. Your name? Happy New Year. Your name? Vanchu. നമ്മൾ എത്ര മണിക്കൂറാന്നറിയോ ഇവിടെ ചെലവഴിച്ചേ. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഇവിടെ വന്നോളൂ. വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പൊ മണാലിന്ന് വല്ലവരും വരുന്നുണ്ടെങ്കിൽ മണാലിന്ന് ഓട്ടിലേക്ക് കയറാം, ഓട്ടിന്ന് ബഞ്ചാറിലേക്ക് കയറാം, ബഞ്ചാറിന് ജിബിയിലേക്ക് കയറാം, അവിടുന്ന് ജുലോരി പാസിലേക്ക് കയറാം. ഇങ്ങനെയാണ് ഇവിടെ എത്താൻ പറ്റുക. ഇപ്പൊ ഷിംലയിൽ വരാന്നുണ്ടെങ്കിൽ ഷിംല ടു സാഞ്ചിലേക്ക് കയറാം, സാഞ്ചി ടു അണ്ണിയിലേക്ക് കയറാം, അണ്ണി ടു ജലോരി പാസ് കയറാം. ഇതുപോലെ നമുക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ 4x4 വെഹിക്കിൾ ഉപയോഗിച്ച് തന്നെ വരണം, അല്ലെങ്കിൽ അടിയിലിട്ടിട്ട് കയറി വരേണ്ടി വരും. ഇവിടെ കുതിരകൾ കുറെ ഉണ്ട് കേട്ടോ. എന്ത് രസാന്ന് നോക്കി. കണ്ട കുതിരേനെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ഇങ്ങനെയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഫോട്ടോയും കാര്യങ്ങളെല്ലാവരും എടുക്കും കേട്ടോ. രസമാണ്, ഭയങ്കര സ്നേഹം ഇവര്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹിമാചൽ വരുന്നത്. ഫോട്ടോ എടുക്കാനല്ല, ഇവരുടെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. ഇവിടെ വേറൊരു സുഹൃത്തിനെ കിട്ടിയിട്ട് ഹൻസാജ്. ഹേമുബയെ കാരണമാണ് എല്ലാരും ഞാൻ പരിചയപ്പെട്ടത്. കുറെ പേരെ ഞാൻ ഇപ്പോഴൊക്കെ കാണുന്നത്, പക്ഷെ എല്ലാവർക്കും എന്നെ അറിയാം ബ്ലോഗൊക്കെ കണ്ടിട്ട്. താങ്ക് യു വെരി മച്ച്. ജുലോരി പാസ് ഒക്കെ കണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. വേറെ തന്നെ എക്സ്പീരിയൻസ്. ജുലോരി പാസ് ഇവിടെ പാക്കേജും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ കമന്റ് ബോക്സിൽ നമ്പർ ഇടാം ഹേമുബയ്യയുടെ. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ആടെ ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ റീൽസിലുള്ളവർക്ക് ഇപ്പൊ ആശ്വാസമായില്ലേ, ജുലോരി പാസ് ഇവിടെ സ്റ്റേയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. വരുന്ന വഴിക്ക് അടിപൊളി കിഡിലൻ ഹോഴ്സ് റൈഡും കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ജുലോഡി പാസിൽ. അപ്പൊ ഈ ഫാമിലിയുടെ കൂടെയാണ് ഞാൻ ജുലോഡി പാസ് പോയത്. നല്ല സന്തോഷം ഉണ്ടായിരുന്നു. മെഹനു ഹാപ്പിയാണോ? എങ്ങനെയുണ്ട് എന്റെ ഫാമിലി, ഹിമാചൽ ഫാമിലി? ഹിമാചൽ ഫാമിലി എങ്ങനെയുണ്ട് മൈ? അടിപൊളിയല്ലേ? അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിച്ചാലക്കുട്ടി നമുക്ക് ബൈ.